Hi everyone, this is Asha. ന്യൂസിലാൻഡ് ഓസ്കി എക്സാം ഇത് കേൾക്കുമ്പോൾ ഇത് അറ്റംപ്റ്റ് ചെയ്യാനിരിക്കുന്നവർക്കും ഇനി എന്തെങ്കിലും ഇത് അറ്റംപ്റ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളവർക്കും ഒക്കെ ഭയങ്കര പേടി അഥവാ മിത്താണ്. കാരണം ഈ ന്യൂസിലാൻഡ് ഓസ്കി എക്സാമിൽ എന്താണ് ആക്ച്വലി സംഭവിക്കുന്നതെന്ന് അറിയാവുന്നവർ വളരെ കുറവാണ്. ഇനി ഇത് ചോദിച്ചു പഠിക്കാനായിട്ട് ഇതിനെക്കുറിച്ച് നഴ്സിംഗ് കൗൺസിൽ ഒന്നും പറയുന്നുമില്ല. ഇങ്ങനെ ചോദിച്ചു പഠിക്കാൻ എക്സാം കഴിഞ്ഞവരെ കോൺടാക്ട് ചെയ്യാന്ന് വെച്ചാൽ അവർക്ക് അത് റിവീൽ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയും. ഇതൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. സോ ഐ ഹോപ്പ് ദിസ് ഈസ് ഗോയിങ് ടു ഹെൽപ്പ് യു ഔട്ട്. ഓക്കെ, ഇനി ന്യൂസിലാൻഡ് ഓസ്കി എക്സാം അല്ല, ഏതൊരു ഓസ്കി എക്സാമോ അഥവാ ഒബ്ജക്റ്റീവ് സ്ട്രക്ചർഡ് ക്ലിനിക്കൽ എക്സാമും ഫോർമുലേറ്റ് ചെയ്യുന്നത് ഒരു സ്റ്റിമുലേറ്റഡ് ക്ലിനിക്കൽ എൻവയോൺമെന്റിലാണ്. അതായത് നമുക്ക് റിയൽ ആയിട്ടുള്ള ഒരു സ്റ്റിമുലേറ്റഡ് ക്ലിനിക്കൽ എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്ത് ഒരു കാൻഡിഡേറ്റ് അതിനെ എങ്ങനെ നേരിടുന്നു എന്നുള്ളതാണ് ഇവിടെ ടെസ്റ്റ് ചെയ്യുന്നത്. ബേസിക്കലി ഓസ്കി എക്സാം പല രീതിയിൽ നമുക്ക് നടത്താം അല്ലെ. അതായത് ചിലപ്പോൾ ഒരു ഓസ്കി എക്സാം ഒരേ റൂമിലായിരിക്കും, ഒരേ അസസർ ആയിരിക്കും അസസ് ചെയ്യുന്നത് ബൈ ക്രിയേറ്റിംഗ് സ്റ്റിമുലേറ്റഡ് എൻവയോൺമെന്റ് ഇൻ ബിറ്റ്വീൻ. അതല്ലെങ്കിൽ കാൻഡിഡേറ്റ്സ് ഡിഫറെന്റ് സ്റ്റേഷൻസ് ഡിഫറെന്റ് റൂംസിലായിട്ട് ഡിഫറെന്റ് എക്സാമിനേഴ്സിന്റെ അടുത്തായിരിക്കും ചെയ്യുന്നത് ആൻഡ് ദേ വിൽ ബി കംപ്ലീറ്റിംഗ് ഇൻ ദ സ്റ്റേഷൻസ് ഇൻ ദ സർക്കിൾ. രണ്ടാമത് പറഞ്ഞതാണ് ന്യൂസിലാൻഡ് ഓസ്കി എക്സാമിൽ നടക്കുന്നത്. അതായത് ഓരോ കാൻഡിഡേറ്റും ഓരോ സ്റ്റേഷൻ ഡിഫറെന്റ് റൂംസിലായിരിക്കും ചെയ്യുന്നത്. ഇത് കംപ്ലീറ്റ് ചെയ്ത് അടുത്ത സ്റ്റേഷനിലേക്ക് പോയി ഒരു സർക്കിളായിട്ട് അവർ എക്സാം തീർക്കും. ഓക്കെ, ഓസ്കി എന്ന് പറയുന്നത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു എക്സാം തന്നെയാണ്. കാരണം ഇതൊരു 1-to-1 എക്സാം ആണ്, വിച്ച് മീൻസ് ഓൾ ദി കാൻഡിഡേറ്റ്സ് അറ്റംപ്റ്റിംഗ് ദ എക്സാം ഈസ് അസിസ്റ്റഡ് ബൈ എ സിംഗിൾ എക്സാമിനർ അഥവാ അസസർ. ഇത് വളരെ സ്ട്രിക്റ്റ് ക്രൈറ്റീരിയയോട് കൂടി തന്നെയാണ് ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നത്. ഓരോ സ്റ്റേഷനിലും അതിന്റെ റിക്വയർമെന്റ് അനുസരിച്ച് ആക്ടറോ മാനിക്കിനോ ഒക്കെ ഉണ്ടാവാം. ന്യൂസിലാൻഡ് ഓസ്കിയെ കുറിച്ച് പറയുകയാണെങ്കിൽ 2 സ്റ്റേഷനിൽ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും റിയൽ പേഷ്യൻസ് ആണ്, വിച്ച് മീൻസ് ആക്ടേഴ്സ്. ദ പേഷ്യൻ ഹു ഈസ് ആക്ടിങ് അല്ലെങ്കിൽ ദ പേഴ്സൺ ഹു ഈസ് ആക്ടിങ് ആസ് എ പേഷ്യന്റ്, ആക്ടേഴ്സ് ആണ് അവിടെ ഉള്ളത്. ഇനി BLS എന്ന സ്റ്റേഷനിലും വൂണ്ട് അസസ്മെന്റ് എന്നുള്ള സ്റ്റേഷനിലും മാത്രം മാനിക്കിൻസ് ആയിരിക്കും. മാനിക്കിൻസ് ആണെങ്കിൽ കൂടെയും ഇത് കറക്റ്റായിട്ട് ഒരു റിയൽ പേഷ്യന്റിനെ തന്നെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അങ്ങനെ എങ്ങനെയാണോ റിയൽ പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്യുന്നത് അങ്ങനെ തന്നെയായിരിക്കണം നമ്മൾ ഈ മാനിക്കിൻസിനെയും ട്രീറ്റ് ചെയ്യേണ്ടത്. എക്സാമിനേഴ്സുമായിട്ട് പ്രത്യേകിച്ചൊന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ പറയാനുള്ള ഒരു അവസരം മിക്കവാറും കാൻഡിഡേറ്റ്സിന് ഉണ്ടാവുകയുമില്ല. സോ നിങ്ങൾക്ക് ഇതിനകത്ത് മെയിൻ ടിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കിട്ടുന്ന സിനാരിയോയെ കറക്റ്റായി വായിച്ച് മനസ്സിലാക്കുക. അവിടെയുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്ന്. ഇനി ഇതിനെക്കുറിച്ചൊരു പ്രീ അവയർനെസ് ആവശ്യമാണെങ്കിൽ അതെടുക്കുന്നതിൽ ഒരു വിരോധവും ഇല്ല. ഓസ്കി എക്സാമിനെ കുറിച്ച് പിന്നീട് പറയുകയാണെങ്കിൽ ഓരോ കാൻഡിഡേറ്റും ഓരോ റൂമിലായി എക്സാംസ് ചെയ്യും. എല്ലാ കാൻഡിഡേറ്റ്സിനും എല്ലാ സ്റ്റേഷനിലും കിട്ടുന്ന സമയം മൊത്തം 10 മിനിറ്റ്. അതിൽ 2 മിനിറ്റ് സിനാരിയോ വായിക്കാനും 8 മിനിറ്റ് പെർഫോം ചെയ്യാനുമുള്ള സമയമാണ്. ഈ 8 മിനിറ്റിന് ശേഷം ഒരു കാരണവശാലും നമുക്ക് എക്സാം കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല, അഥവാ ആ സ്റ്റേഷൻ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. അത് കണ്ടിന്യൂ ചെയ്യുന്നതായി കാണപ്പെട്ടാൽ അതല്ലെങ്കിൽ അവർ വാർണിംഗ് തന്നിട്ടും നിങ്ങൾ ഇറങ്ങിയില്ല എങ്കിൽ ആ എക്സാമിൽ നമ്മൾ ഡിസ്ക്വാളിഫൈഡ് ആയിരിക്കും. സോ ഓസ്കി എക്സാം വളരെ സീരിയസ് ആയിട്ട് കാണുക. ഐ നോ ഇറ്റ്സ് എ വെരി എക്സ്പെൻസീവ് എക്സാം ഫോർ കോമൺ പീപ്പിൾ. അതുകൊണ്ട് തന്നെ ഇതിന് ഇഫക്റ്റീവ് ആയിട്ടുള്ള പ്രിപ്പറേഷനും ആവശ്യമാണ്. അത്യാവശ്യം ഒരു സ്റ്റേഷനിൽ എന്ത് നടക്കുന്നു, ഇവിടെ എങ്ങനെയൊക്കെയാണ് അവർ അസസ് ചെയ്യുന്നത്, ഇവിടെ എന്തൊക്കെ അവർക്ക് സ്റ്റിമുലേഷൻസിൽ കൊണ്ടുവരാം, അതിനെ എങ്ങനെയൊക്കെ റിയാക്ട് ചെയ്യാം. പലപ്പോഴും കുട്ടികൾ ഇനി പല ട്രെയിനിങ് എടുക്കുന്ന കുട്ടികളാണെങ്കിലും ഒരേ ലേഔട്ട് പഠിച്ചിട്ടാണ് എക്സാമിൽ പോവുക. ഈ ഒരേ ലേഔട്ട് പഠിച്ച് 5 പേർക്ക് ഒരേപോലെ കിട്ടി 6ാമത്തെ ഒരാൾക്ക് സ്ലൈറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ട് കിട്ടിയാൽ പോലും എക്സാമിന് പെർഫോം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലുള്ള കുട്ടികൾ ഞാൻ കാണാറുണ്ട്. അപ്പോൾ പല സ്റ്റിമുലേഷൻസ് ഉണ്ടാവും. സ്റ്റിമുലേറ്റഡ് സിറ്റുവേഷൻസ് സെയിം ആണെങ്കിലും അതിനെ ഫേസ് ചെയ്യേണ്ട രീതി പലർക്കും ചിലപ്പോൾ പലതാവാം. അതുകൊണ്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ബിഗിനിങ്ങിൽ തന്നെ നിങ്ങളുടെ മനസ്സിലുണ്ടാവുക. ഓസ്കിയെ കുറിച്ചൊരു കുഞ്ഞ് ഓറിയന്റേഷൻ എങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കൂടെ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു കമന്റ് ആൻഡ് വിൽ കം ബാക്ക് വിത്ത് മോർ വീഡിയോസ് റിഗാർഡിംഗ് ന്യൂസിലാൻഡ് ഓസ്കി. താങ്ക് യു വെരി മച്ച്. ദിസ് ഇസ് ആർഷ സൈനിങ് ഓഫ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.